ഡെലിവറി കഴിഞ്ഞാലും പ്രഗ്നൻസിയിലും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഉപദേശം. വരുന്നവരും പോകുന്നവരും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ പോലും നമ്മൾക്ക് ഒരു ലോഡ് ഉപദേശം തന്നിട്ട് പൊക്കളയും. ഇനി ഫോൺ വഴി കിട്ടുന്ന ഒരു ഉപദേശമാണെങ്കിൽ അതൊന്ന് വേറെ. അങ്ങനെ കിട്ടിയെങ്കിൽ ഒരു ഉപദേശത്തിൻ്റെ കഥയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ കിട്ടിയല്ല, 10 കൊല്ലം മുന്നേ കിട്ടിയ കഥയാണ്. കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഉപദേശമായിരുന്നു, കുട്ടീനെ അധികം എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എടുക്കാൻ പാടില്ല എന്നല്ല, കഴിച്ചൂട് കൊടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർ നമ്മളെ അടുത്ത് നിന്ന് മാറിപ്പോവില്ല, അവർ താഴെ കിടക്കില്ല, മുകളിൽ നിൽക്കില്ല. അങ്ങനെ ഒരു ലോഡ് ഉപദേശം ഞാൻ ആ സമയത്ത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ കൈ എന്തോ ഇസ്തിരിപ്പെട്ടിയാണോ, ചൂട് കിട്ടിയിട്ട് കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ആവായിരുന്നു. പക്ഷേ ചോദിക്കാൻ പറ്റില്ലല്ലോ, ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരിയായി മാറും. അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഞാൻ എൻ്റെ ഒരു കൈയകലം ദൂരെയാണ് വെച്ചുകൊണ്ടിരുന്നത്. കാരണം അവനെ അഥവാ ചൂട് കിട്ടിയല്ലോ. അതുകൊണ്ട് അവൻ്റെ ഒരു ഇൻഫൻറ്റ് സ്റ്റേജും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവനെ കൂടുതൽ ഉമ്മ വെച്ചതൊക്കെ 1 വയസ്സ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. സത്യത്തിൽ ഇത്തവണ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ എടുക്കും, ഉമ്മ വെക്കും, ലാളിക്കും ഒക്കെ ചെയ്യുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ചത് അതൊന്നുമല്ല. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് കുഞ്ഞിനെ നിൻ്റെ അടുത്ത് നിന്ന് മാറ്റി കിടത്താൻ പോലും പാടില്ല, പറ്റുമെങ്കിൽ നെഞ്ചത്ത് കിടത്തി ഉറക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ, ഇയാളിന് വ്യാജ ഡോക്ടർ ആണോ? അപ്പുറത്തെ വീട്ടിലെ ശാന്തേച്ചിക്ക് അറിയാത്തത് ഇയാൾക്ക് എങ്ങനെ അറിയാം? നോ ചാൻസ്, ഇയാൾ വ്യാജം തന്നെ എന്ന് തീരുമാനിച്ചു കേട്ടോ. സത്യത്തിൽ അങ്ങനെയാണ് നമ്മൾ മക്കളെ വളർത്തേണ്ടത്. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളോടുള്ള ബോണ്ടിങ് കൂടുകയുള്ളൂ. മാത്രമല്ല, പിള്ളേരൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വളർന്ന് അങ്ങോട്ടേക്ക് പോകും. മുട്ടൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെടുക്കാൻ അവർ സമ്മതിക്കും. പിന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊതിക്കുമല്ലേ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെയുള്ള ഉപദേശങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരുപാട് ചോദ്യങ്ങളുടെ കഥയുണ്ട്, പല വിധത്തിലുള്ള ചോദ്യങ്ങൾ. അക്കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.